എല്ലാവർക്കും വന്ദനം. എല്ലാവരും തന്നെ വേദപുസ്തക വായനയിൽ നിങ്ങൾ വലിയ ഒരു പുതിയ സ്റ്റെപ്പ് പുതിയ വർഷത്തിലെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വേദപുസ്തകവുമായി നല്ല ഒരു പരിചയം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. കാരണം ആദിയിൽ വചനമുണ്ടായിരുന്നു. അപ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് യോഹന്നാൻ പറയുമ്പോൾ തന്നെ ഉൽപ്പത്തി പുസ്തകം 1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം, അപ്പോൾ വചനം ദൈവമാണ്. വചനമാകുന്ന ദൈവത്തെ ഒരു ദിവസത്തിൻ്റെ ആദ്യമേ ഞാനും ധ്യാനിക്കുകയാണെങ്കിൽ, വായിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ രാപ്പകൽ കിടക്കും. നല്ല ചിന്ത, വിശ്വാസ ചിന്ത, അത്ഭുത ചിന്ത, പ്രതീക്ഷകൾ തരുന്ന ചിന്ത, ഇങ്ങനെയുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലോട്ട് വന്നാൽ അന്ന് മുഴുവൻ ഈ വചനം ഉള്ളിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടന്നാൽ ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരില്ല. എങ്ങനെ കടം വീട്ടും, എങ്ങനെ പിള്ളേരെ പഠിപ്പിക്കും, കുഞ്ഞുങ്ങളാണെങ്കിൽ എങ്ങനെ പഠിക്കും, എൻ്റെ വീട് നല്ല വീടല്ല, എൻ്റെ അപ്പൻ ഇങ്ങനെയായിപ്പോയി, ഞങ്ങളുടെ വിധിയായിരിക്കും, ഇങ്ങനെയുള്ള മാനുഷിക ചിന്തകളെ ജയിക്കാൻ ഒറ്റ വാക്കി പറഞ്ഞ വിചാരപ്പെടരുതെന്ന് യേശു പറഞ്ഞില്ലേ നാളെയെക്കുറിച്ച്. ഇതെല്ലാം വിശ്വാസത്തിൻ്റെ ശത്രുവാണ്. വിചാരപ്പെടുക ഇതുണ്ടാകുന്നത് നമുക്ക് വിശ്വാസം കുറയുമ്പോഴാണ്. വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ബൈബിൾ വായിക്കണം. ബൈബിൾ വായനയിൽ വർദ്ധിച്ചു വരുന്നവരുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. അതായത് ഈ വചനമാകുന്ന നദി, ഈ നദിയിൽ മുങ്ങിക്കിടന്നാൽ ഈ വെള്ളം, വിശ്വാസമെന്ന ഈ വെള്ളം പൊങ്ങി ഒരു പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മുന്നോട്ട് പോകും. നമ്മെ തടയുന്ന എല്ലാ കാര്യങ്ങളെയും ഇത് തകർത്ത് മുന്നേറും വിശ്വാസം. അതുകൊണ്ട് ഈ നദിയിൽ, വചനമാകുന്ന നദിയിൽ നാം മുങ്ങിക്കിടക്കണം. വചനത്തിൽ നിറയണം. അധ്യായമായിട്ട് ബൈബിൾ വായിക്കാതെ ഓരോ ചരിത്രം ചിന്തയായിട്ട് ബൈബിൾ വായിക്കണം. അബ്രഹാമിൻ്റെ ചരിത്രം മുഴുവൻ അങ്ങോട്ട് വായിക്കണം. ഇസഹാക്കിൻ്റെ ചരിത്രം മുഴുവനും വായിക്കണം. ചില ദിവസം കുറേ വായിച്ചാൽ ചില ദിവസം അത്രയും വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാൽ സ്ഥിരമായ ഒരു വായനയുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ വളരെയധികം അനുഗ്രഹമാക്കും. 50 അധ്യായം വെച്ച് വായിച്ചാൽ 24 ദിവസം കൊണ്ട് ബൈബിൾ വായിച്ച് തീർക്കാം. പണ്ട് എനിക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു ചാർട്ടുണ്ടായിരുന്നു. ബൈബിൾ അങ്ങനെ വായിച്ച് തീർക്കുമായിരുന്നു. 24 ദിവസം കൊണ്ട് ബൈബിൾ വായിച്ച് തീർക്കുക, 50 അധ്യായം വെച്ച് വായിച്ചാൽ. അങ്ങനെ നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്ക്. അങ്ങനെയെങ്കിൽ നമുക്ക് കുറഞ്ഞത് ഒരു 12 പ്രാവശ്യം ഒരു വർഷം ബൈബിൾ വായിച്ച് തീർത്താൽ എത്ര അനുഗ്രഹമായിരിക്കും. ഞാനൊരു സഹോദരിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 9 പ്രാവശ്യം ബൈബിൾ വായിച്ചു കഴിഞ്ഞത്. ഭയങ്കര ആർത്തിയാണ്, ഭയങ്കര എരിവാണ് ആ സഹോദരിക്ക്, ഭയങ്കര തീഷ്ണതയാണ്. പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിൽ ആ കർത്താവിന് വേണ്ടി ഭയങ്കര എരിവും തീഷ്ണതയും ബൈബിൾ വായന നമുക്ക് തരും. ആ ഒരു അനുഭവത്തിലേക്ക് ഈ വർഷം ഓരോ ദിവസവും ഈ തുടർമാനമായിട്ടുള്ള ഈ ധ്യാനത്തിലൂടെ ദൈവം നമ്മെ നടത്തട്ടെ. ജീസസ് എവരിഡേ എന്ന ഈ കൂട്ടായ്മ രാവിലെ കേൾക്കുമ്പോൾ ഒത്തിരി പ്രാക്ടിക്കൽ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. 30-ലധികം വർഷമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങൾ മറ്റു പലരിലൂടെയും മനസ്സിലാക്കിയത്. ഒത്തിരി വലിയ ദൈവദാസന്മാരുടെ കൂടെ നടക്കാനും അനേകരെ കുറിച്ച് വായിക്കാനും കേൾക്കാനും ഒക്കെ ഇടയായതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ബൈബിളുമായിട്ട് ആരടുത്ത് കൂടുതൽ ഇടപഴകുന്നുവോ അവർ കഴുകനെ പോലെ ചിറകടിച്ച് കയറും. ഈ വർഷം അങ്ങനെ ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ടാകട്ടെ. യേശുവിനെ നമുക്ക് പാടി ആരാധിക്കാം. I just want to speak the name of Jesus over every heart and every mind, 'cause I know there is peace within your presence.
speak Jesus. I just want to speak the name of Jesus till every dark addiction starts to break, declaring there is hope and there is freedom. I speak Jesus. Your name is power. Your name is healing. Your name is life. Break every stronghold. Shine through the shadows. Burn like a fire. I just want to speak the name of Jesus. Every fear and all anxiety, to every soul held captive by depression, I speak Jesus. Your name is power. Your name is healing. Your name is life. Break every stronghold. Shine through the shadow. Burn like a fire. Your name is power. Your name is healing. Your name is life. Break every stronghold. Shine through the shadows. Burn like a fire. Shout Jesus from the mountains. Jesus in the streets. Jesus in the darkness over every enemy. Jesus for my family, I speak the holy name, Jesus. Shout Jesus from the mountains, Jesus in the streets, Jesus in the darkness over every enemy. Jesus for my family, I speak the holy name, Jesus. Shout Jesus from the mountains, Jesus in the streets, Jesus in the darkness over every enemy. Jesus for my family, I speak the holy name, Jesus. Your name is power. Your name is healing. Your name is life. Break every stronghold. Shine through the shadows. Burn like a fire. Your name is power. Your name is power. Your name is healing. Your name is life. Break every stronghold. Shine through the shadows. Burn like fire. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം നമ്മളിങ്ങനെ ഓരോ വാക്കുകളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോ വാക്യം പോലുമല്ല. അതായത് ദൈവവചനം
ആഴമേറിയ ഒരു സാഗരമാണ്. പ്രസംഗികളുടെ പ്രഭുവെന്ന് അറിയപ്പെട്ടിരുന്ന ചാൾസ് സ്പർജൻ, അദ്ദേഹം ഇംഗ്ലണ്ടിലെ ഒരു വലിയ സഭ ആ കാലഘട്ടത്തിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ ഒരു 10,000 പേരുള്ള ഒരു സഭയുടെ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച്, ആ കാലത്ത് ചിന്തിക്കാൻ കഴിയില്ല. അന്ന് 100-200 പേരുള്ള സഭകൾ മാത്രമുള്ള കാലത്ത് 10,000 പേരുള്ളൊരു സഭ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ജനങ്ങൾ ഒഴുകി വരുമായിരുന്നു. ഇംഗ്ലണ്ടിലെ രാജ്ഞി വേഷം മാറി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വന്നു എന്ന് പോലും ചരിത്രമുണ്ട്. അത്ര ശ്രേഷ്ഠമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അദ്ദേഹത്തോട് പലരും ചോദിച്ചു, എങ്ങനെയാണ് ഈ ദൈവവചനം ഇങ്ങനെ പ്രസംഗിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ കടലിലെ വെള്ളം, ഈ കടൽ കക്കയുണ്ടല്ലോ, ചെറിയൊരു കക്ക, കടൽ തീരത്ത് കിടക്കുന്ന ചെറിയ കക്കയുണ്ട്, ഈ കക്ക കൊണ്ട് കടലിലെ വെള്ളം കോരി പറ്റിക്കാൻ ഒരു കുഞ്ഞു കുഴി കടൽ തീരത്ത് കുഴിച്ചുകൊണ്ട് അതിലേക്ക് വെള്ളം കോരി നിറക്കുന്നൊരു പരിപാടി നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുന്ന കാലത്ത് കടൽ തീരത്ത് ചെല്ലുമ്പോൾ ചെയ്യുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ വീട് വടക്കംപറവൂരാണ്. അതിനടുത്ത് ചെറായി കടപ്പുറം തൊട്ടടുത്താണ്. അവ കടപ്പുറത്ത് ചെന്നിരുന്ന നിറയെ, ഇന്നൊന്നും അങ്ങനെ കാണാറില്ല, നിറയെ മനോഹരമായ കക്കകൾ കിട്ടുമായിരുന്നു. ഒരു കുഴി കുഴിച്ചിട്ട് വെള്ളം ഇങ്ങനെ കോരി നിറക്കും. ഇതുപോലെ ചാൾസ് സ്പർജൻ പറഞ്ഞത്, വേദപുസ്തകമാകുന്ന സാഗരത്തിൽ നിന്ന് ചെറിയ കുറച്ച് വെള്ളം മാത്രമേ ഞാൻ കോരിയെടുത്തിട്ടുള്ളൂ. ഇനിയും കിടക്കുകയാണ് അനന്തമായ ഈ സാഗരം. കടലിലെ വെള്ളം കക്ക കൊണ്ട് കോരിയെടുത്തതുപോലെ മാത്രമേ ഞാൻ കോരിയെടുത്തിട്ടുള്ളൂ. അത്രയും കോരിയെടുത്ത മനുഷ്യൻ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രസംഗികളുടെ പ്രഭുവെന്നും ശ്രേഷ്ഠനായ ദൈവദാസൻ എന്നും അറിയപ്പെട്ടു. അതിൻ്റെ അർത്ഥം വേദപുസ്തകവുമായിട്ടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തെ ബഹുമാനമുള്ളവരും ശ്രേഷ്ഠരും സമൂഹത്തിൽ ഏറ്റവും മാന്യതയുള്ളവരുമാക്കി മാറ്റും. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത്, യേശു നിന്ദിക്കപ്പെട്ടത് നാം ബഹുമാനമുള്ളവരായി തീരുവാനാണ്. യേശുവിൻ്റെ നിന്ന നമുക്ക് ബഹുമാനങ്ങളെ കൊണ്ടുവന്നു. 3-ാം അധ്യായത്തിൽ അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗശീലിച്ചവനായും ഇരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. എന്തിനു വേണ്ടി യേശു ഇങ്ങനെയായി? യെശയ്യാ പ്രവാചകൻ യേശു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് 800 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശങ്ങളും താൻ എങ്ങനെയായിരിക്കുമെന്നും പറഞ്ഞു. അതുപോലെ തന്നെ യേശു തൻ്റെ ജീവിതം കൊണ്ടുപോയി. ആ വാക്യം മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ കഷ്ടത അനുഭവിക്കുന്നവനായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അപ്പോൾ യേശു ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. മറ്റുള്ളവരാൽ യേശു ത്യജിക്കപ്പെട്ടു. ഇന്നലെ നമ്മൾ ചിന്തിച്ചു നിന്ദിക്കപ്പെട്ടു. ഇന്ന് നമ്മൾ ത്യജിക്കപ്പെട്ടു എന്നൊരു ഭാഗത്ത് അല്പസമയം നിൽക്കുകയാണ്. ത്യജിക്കപ്പെട്ടു, അതായത് ഉപേക്ഷിക്കപ്പെട്ടു. ഒരു സമൂഹം യേശുവിനെ ഉപേക്ഷിച്ചു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. ആരെ രക്ഷിക്കാൻ ചെന്നുവോ ആ സമൂഹം നമ്മെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എത്ര ഭയങ്കര വേദനയാണ് നമുക്ക്. സ്വന്തങ്ങൾ, അബ്രഹാമിൻ്റെ മക്കൾ, അവർ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന സമയത്താണ് യേശു ചെല്ലുന്നത്. എന്നാൽ ദൈവം ഒരു വാഗ്ദത്തം ഈ അബ്രഹാമിൻ്റെ മക്കളോട് പറഞ്ഞിരുന്നത് എന്താണ്? നിങ്ങളുടെ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ നിവർത്തും, ദാവീദിന്റെ സിംഹാസനത്തെ ഞാൻ വീണ്ടും നിവർത്തും, യഹൂദയിൽ നിന്നൊരു ചെങ്കോൽ ഉയരും,
ഒരു രാജാവ് നീതിയോടെ വാഴും. ഇസ്രായേൽ ജനത്തിൻ്റെ മുഴുവനും അപമാനം നിന്ന സമൂഹത്തിൽ പല രാജ്യങ്ങളുടെ മുൻപിൽ അവർ പരിഹാസപാത്രങ്ങളായിട്ട് കിടക്കുകയാണ്. ദാവീദിന്റെ കാലത്ത് അവർക്കൊരു മാന്യതയുണ്ടായി. ശലോമോന്റെ കാലത്തുണ്ടായ മാന്യത, ശലോമോൻ ഏറ്റവും ഒടുവിൽ തെറ്റായ വഴിയിലൂടെ നടന്ന് ആ രാജകുടുംബം, ശലോമോന് ശേഷം വന്ന, എനിക്ക് തോന്നുന്നു രെഹബയാം എന്ന രാജാവാണ്, അദ്ദേഹത്തിൻ്റെ കാലത്ത് യഹൂദ എന്നും ഇസ്രായേൽ എന്നും രണ്ട് രാജഭരണങ്ങളായി അത് തല്ലിപ്പിരിഞ്ഞു. ഒന്നിച്ചു നിന്നിരുന്ന ഭരണം രണ്ടായി തല്ലിപ്പിരിഞ്ഞുപോയി. പിന്നീട് ഇവർ ദൈവത്തിൽ നിന്ന് അകന്ന് ചിതറി എന്ന് വേണ്ട, യേശുവിൻ്റെ വളർത്തുപിതാവായ ജോസഫിൻ്റെ കാലം എത്തിയപ്പോൾ, ജോസഫ് ദാവീദിൻ്റെ മകനാണ്. ദാവീദിൻ്റെ മക്കളിൽ ഒരാൾ പോലും ഗതികെട്ടു പോകില്ല, എല്ലാവരും സിംഹാസനത്തിൽ ഇരിക്കണം. ഇപ്പോൾ ജോസഫ് ഇരിക്കുന്ന മേൽക്കൂരയിലാണ്, കുറച്ചുകൂടി മുകളിലാണ്, കാരണം ആശാരിപ്പണിക്കാരനാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇപ്പോൾ സിംഹാസനം ഉണ്ടാക്കുന്നവനായി മാറി. എത്ര വലിയൊരു അധപ്പതനമാണ്! ജ്ഞാനം ദൈവം ഈ ജനത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു, അധികാരം എടുത്തു കളഞ്ഞു, അഭിഷേകം എടുത്തു കളഞ്ഞു, അനുഗ്രഹങ്ങൾ എടുത്തു കളഞ്ഞു, ഭരണശേഷി എടുത്തു കളഞ്ഞു. ഇന്ന് ആ രാജ്യം, യേശുവിൻ്റെ കാലമായപ്പോഴേക്കും രാജ്യം ഭരിക്കുന്നത് അന്യജാതികളാണ്. ദൈവം ഇവരുടെ അനുസരണക്കേട് നിമിത്തം പാലും തേനും ഒഴുകുന്ന ദേശം, കൊടുത്ത ദേശം ഇവരുടെ കയ്യിൽ നിന്ന് എടുത്തു കളഞ്ഞു, ഇവരെ ചിതറിച്ചു കളഞ്ഞു. ഇവർ ചിതറിപ്പോയി. മാത്രമല്ല, അവർ പാർക്കേണ്ട ദേശത്ത് അടിമകളായി മാറി. മറ്റ് രാജാക്കന്മാർ ഇവരുടെ മേൽക്കോയ്മ നടത്തി. യേശുവിൻ്റെ കാലത്ത് കൈസർ ആ രാജ്യത്തെ, റോമ ഗവൺമെൻറ് ആ രാജ്യത്തെ ഭരിക്കുന്നു. എത്ര വലിയ ഒരു വേദനയാണ്! ഈ സമയത്താണ് യേശു അവിടേക്ക് വന്നത്. എന്നാൽ യേശു വന്നു, ദൈവം അയച്ച രാജാവായി പിറന്നവനെ അവർ കൈക്കൊണ്ടില്ല. ഏറ്റവും വലിയ ഒരു അനുഗ്രഹമെന്ന് പറയുന്നത് കൈക്കൊള്ളുന്നതാണ്. യേശുവിനെ യേശുവായിരിക്കുന്നത് പോലെ കൈക്കൊള്ളുക. യേശുവിനെ ഒരു ഉണ്ണി യേശുവായിട്ട് കൈക്കൊള്ളുന്ന കാര്യമല്ല. യേശുവിൻ്റെ രാജത്വത്തെ നമ്മൾ അംഗീകരിക്കണം, യേശുവിൻ്റെ കർത്തൃത്വത്തെ നമ്മൾ അംഗീകരിക്കണം, യേശുവിൻ്റെ അധികാരത്തെ നമ്മൾ അംഗീകരിക്കണം, യേശുവിൻ്റെ ദൈവത്വത്തെ നമ്മൾ അംഗീകരിക്കണം. യേശുവിനെ സാക്ഷാൽ ദൈവപുത്രനും കർത്താവും നമ്മുടെ രക്ഷകനുമായി നാം കൈക്കൊള്ളണം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1:11 ഇങ്ങനെ പറയുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച ഏവർക്കും ദൈവമക്കളായി തീരാൻ അവൻ അധികാരം കൊടുത്തു. 12-ാം വാക്യം, അവൻ അധികാരം കൊടുത്തു. അതായത് അബ്രഹാമിൻ്റെ മക്കൾ കൈക്കൊണ്ടില്ലെങ്കിലും അവൻ വന്നതിൻ്റെ ഉദ്ദേശം ആരെങ്കിലും അറിഞ്ഞാൽ, അവൻ ആരെന്നറിഞ്ഞ് അവൻ്റെ അധികാരത്തെയും ക്രൂശിലൂടെ താൻ സാധിച്ചെടുത്ത തൻ്റെ ശ്രേഷ്ഠതയെയും അംഗീകരിക്കുന്ന, ഹൃദയപൂർവ്വം കൈക്കൊള്ളുന്ന ആരാണ്, ആ വ്യക്തികളെ ദൈവ മക്കളാക്കി അവൻ തീർക്കും. എത്ര വലിയ അധികാരമാണ്! മനുഷ്യൻ്റെ മക്കളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കാൻ ശക്തിയുള്ളവനാണ് യേശു. മനുഷ്യൻ്റെ മക്കൾ, മനുഷ്യൻ്റെ മക്കൾ, മരിക്കുന്നവർ. ദൈവത്തിൻ്റെ മക്കൾ, മരിക്കാത്തവർ. മരിക്കുന്ന മനുഷ്യരെ മരിക്കാത്ത ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുന്ന ഏറ്റവും വലിയ ഒരു പദ്ധതിയാണ് യേശു ക്രൂശിലൂടെ സാധിച്ചെടുത്തത്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാർക്ക് വേണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ കൊർന്നല്യോസിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ ദൂതൻ ഇറങ്ങി വരികയാണ്. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസ് ഭക്തനായിരുന്നു, ധർമ്മം കൊടുക്കുന്നവനാണ്, ദൈവത്തെ ഒന്നും അറിയില്ല.
എന്നാലും ഒരു ദൈവമുണ്ട് എന്നോർത്ത് കുടുംബസമേതം ദൈവത്തെ ഭയപ്പെട്ടിരുന്നു. ഒരു ദൈവമുണ്ട്, ആ ദൈവം ആരാണെന്ന് അറിയില്ല, അത് കാറ്റാണോ വെളിച്ചമാണോ ഒന്നും അറിയില്ല, എന്നാൽ ദൈവത്തെ ഭയപ്പെട്ടിരുന്നു. അവൻ്റെ മുറിയിലേക്ക് പ്രാർത്ഥനാ സമയത്ത് ഒരു ദൂതൻ ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, യോപ്പയിലേക്ക് ആളെ അയച്ച് ശീമോൻ എന്ന ആ കടപ്പുറത്ത് പാർക്കുന്ന തോൽക്കൊല്ലൻ്റെ വീട്ടിൽ പാർക്കുന്ന പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ, പഴയ പേരും പുതിയ പേരും എല്ലാം ദൂതൻ പറഞ്ഞു കൊടുത്തു. എവിടെയാണ് സ്ഥലം എല്ലാം പറഞ്ഞു കൊടുത്തു. കൊർന്നല്യോസ് പേടിച്ചു പോയി. കൊർന്നല്യോസ് ഒരു 3 പേരെ കൂട്ടി പത്രോസിന്റെ സ്ഥലത്തേക്ക്, പത്രോസ് എവിടെ പാർക്കുന്നുവോ അവിടേക്ക് അയച്ചു. പത്രോസിനും ഇതുപോലൊരു ദർശനം ഉണ്ടായി. ജാതികളെ തള്ളിക്കളയരുത്, ദൈവം വിശുദ്ധീകരിച്ചതിനെ മലിനമെന്ന് പറയരുത്. അതുവരെ അബ്രഹാമിൻ്റെ മക്കൾക്ക്, അബ്രഹാമിൻ്റെ കുടുംബത്തിന് ദൈവം വെച്ചത് ഉടമ്പടിയുടെ മക്കളാണ്. ഇവർ ജാതികളെ അംഗീകരിക്കില്ല. ജാതികൾ ദൈവം തള്ളിയവരും ഇവർ ദൈവത്തിൻ്റെതും. എന്നാൽ യഹൂദനായ പത്രോസിനോട് ദൈവം ഇടപെട്ടു. ഈ 3 പേര് വരുന്ന ആ പ്രഭാതത്തിൽ, ഈ ദർശനം കഴിഞ്ഞ ശേഷമാണ് അവര് 3 പേര് പത്രോസിന്റെ വീട്ടുമുറ്റത്തെത്തി. ഇങ്ങനെ ഒരാളുണ്ടോ എന്ന് ചോദിച്ചു. പരിശുദ്ധാത്മ പറഞ്ഞു, ഈ വന്നിരിക്കുന്നവരെ സ്വീകരിക്കാൻ പറഞ്ഞു, അവരുടെ കൂടെ പോകാൻ പറഞ്ഞു. കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് ചെന്നു. പത്രോസ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, വചനം പറയുമ്പോൾ കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ പത്രോസ് പറയുന്നു, ആദിയിൽ എന്ന പോലെ, ആദിയിൽ നമ്മുടെ മേൽ വന്നതുപോലെ ഇവരുടെ മേലും. അപ്പോൾ അതേ മുഴക്കം, അതേ തീ, അതേ ശക്തി, അതേ കുലുക്കം, അതേ അനുഭവം. അന്ന് പത്രോസൊക്കെ പല രാജ്യങ്ങളുടെ ഭാഷ പറഞ്ഞെങ്കിൽ അതുപോലെ കൊർന്നല്യോസും ഭാര്യയും പിള്ളേരും അവിടെ കൂടി വന്നവരും. വലിയ വീടാ. കൊർന്നല്യോസ് ഒരു വലിയ മഹാനായ ഒരു മനുഷ്യനാണ്, ഒരു ശതാധിപനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും എല്ലാം ചാർച്ചക്കാരും പട്ടാളക്കാരും എന്ന് വേണ്ട 100-ലധികം പേര് അവിടെ കൂടിയിട്ടുണ്ട്. മർക്കോസിന്റെ മാളിക മുറിയിലെ അനുഭവം ആവർത്തിക്കപ്പെട്ടു. എന്താണ്? പൂർണ്ണ ഹൃദയത്തോടെ കൈക്കൊണ്ടു. അപ്പോൾ യേശു തള്ളപ്പെട്ടത് എന്തിനാണെന്ന് അറിയാമോ? നാം സ്വീകരിക്കപ്പെടുവാനാണ്. യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യഹൂദന്മാർ, അബ്രഹാമിൻ്റെ മക്കൾ, അന്നത്തെ സമൂഹം, പുരോഹിത വർഗം, സ്വന്തം ജനം യേശുവിനെ തള്ളിക്കളഞ്ഞു. അവനെ ക്രൂശിക്കുക എന്ന് നിലവിളിച്ചു. അവൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് പീലാത്തോസ് ചോദിച്ചപ്പോൾ ഉത്തരം മുട്ടിയ ഈ ജനം ഒറ്റ വാക്കേ പറഞ്ഞു, അവനെ ക്രൂശിക്കുക എന്നാർത്തു. പറയാൻ വാക്കില്ല. ദേവാലയം 3 ദിവസം കൊണ്ട് പൊളിച്ചു പണിയും എന്ന് പറഞ്ഞത് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ യേശുവിനെതിരെ പറഞ്ഞതൊന്നും തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. പിന്നെ ആകെ ഒരുമിച്ച് അവർ ആർത്തു. ന്യായം ഇല്ലാത്ത കുറേ ബഹളമുണ്ടാക്കി. ഏറ്റൊടുവിൽ സഹികെട്ട് പീലാത്തോസ് കയ്യും കഴുകി അവരുടെ മുമ്പിൽ യേശുവിനെ ക്രൂശിക്കാൻ എറിഞ്ഞു കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അവർ അവനെ തള്ളിക്കളഞ്ഞു, കൊന്നുകളഞ്ഞു, തള്ളിക്കളഞ്ഞു. അപ്പോൾ പത്രോസിൻ്റെ എല്ലാം പ്രസംഗത്തിൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ, നിങ്ങൾ തള്ളിക്കളഞ്ഞ ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹം മുഴുവനും അറിഞ്ഞിരിക്കണം. ഇസ്രായേൽ ഗ്രഹം എന്ന് പറയുന്നത് ദാവീദ് ഗ്രഹവും ഇസ്രായേലായിട്ട് ചിതറി ഇവരെല്ലാം തകർന്നു പോയി. ഇവരുടെ ഹൃദയത്തിൽ 2 ഭരണമായി മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ മൊത്തം അറിയണം, അബ്രഹാമിൻ്റെ സന്തതി അറിയണം. നിങ്ങൾ ക്രൂശിച്ചില്ലേ, നിങ്ങൾ തള്ളിക്കളഞ്ഞില്ലേ, നിങ്ങൾ തിരസ്കരിച്ചില്ലേ, നിങ്ങൾ ത്യജിച്ചു കളഞ്ഞില്ലേ, അവൻ്റെ മുൻപിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാവരുടെയും മുഴങ്കാൽ മടങ്ങും. എല്ലാവരും യേശു കർത്താവെന്ന് ഏറ്റു പറയും. യേശുവിലൂടെ അല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ലെന്ന് ഇതാ യഹൂദനായ പത്രോസ് വിളിച്ചു പറയുന്നു. യഹൂദനായ
യോഹന്നാൻ വിളിച്ചു പറയുന്നു, യഹൂദനായ പൗലോസ് വിളിച്ചു പറയുന്നു. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെട്ട ഞങ്ങൾക്ക് ദൈവശക്തിയാണ്. യേശുവിൻ്റെ ക്രൂശിൻ്റെ വചനം ഇന്ന് അവർക്ക് തള്ളപ്പെട്ട വചനമല്ല, അഭിമാനമായി മാറി. ഏത് അവർക്ക് ശാപമായി തോന്നിയോ അതിനെ ദൈവം അഭിമാനമാക്കി. ഇന്ന് നീ ഒരു ശാപമായിട്ട് നിൻ്റെ വീട്ടുകാർക്ക് തോന്നും, നാളെ നീ ആ വീട്ടിൽ ഒരു അഭിമാനമാകാൻ യേശുവിൻ്റേതായിരുന്നാൽ മതി. യേശുവിൽ വസിക്കുന്നവർ ആരംഭത്തിൽ എല്ലാവർക്കും ഒരു തള്ളപ്പെട്ടവരായിരിക്കും. എന്നാൽ പിന്നത്തേതിൽ ദൈവം നിന്നെ 100 മടങ്ങ് ഈ ഭൂമിയിൽ അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹം കണ്ട് അനേകർ നിന്നെ ബഹുമാനിക്കാനും അടുത്തു വരും. എല്ലാറ്റിനും ഒരു സീസണുണ്ട്. തളർന്നു പോകരുത്. ഇന്നത്തെ തിരസ്കരണം നാളത്തെ വലിയ സ്വീകരണങ്ങളുടെ മുന്നോടി മാത്രമാണ്. വിശ്വസിക്കുക, യേശു തള്ളപ്പെട്ടത് യേശു എല്ലാവരാലും അംഗീകരിക്കപ്പെടാനാണ്. അതുപോലെ തന്നെ ഒരു ഭാവി എനിക്കും നിങ്ങൾക്കുമുണ്ട്. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്ന് ദൈവവചനം അങ്ങയുടെ വിലയേറിയ വാക്കുകൾ കേൾക്കുന്ന ഈ മക്കൾക്ക് ഈ വചനങ്ങൾ വിടുതലാകണം, ഈ പഠനങ്ങൾ വിടുതലാകണം, ഈ പ്രഭാത ധ്യാനം വിടുതലാകണം. ഇവർ എവിടെയെല്ലാം ആരാലെല്ലാം തള്ളപ്പെടുന്നുവോ അവിടെയെല്ലാം ഒരു മാന്യത ഇവരുടെ മേൽ വരട്ടെ. ഇവരൊറ്റപ്പെട്ട, തിരസ്കരിക്കപ്പെട്ട എല്ലായിടത്തും ഇവർ സ്വീകരിക്കപ്പെടുന്നവരും ബഹുമാനിക്കപ്പെടുന്നവരാകാൻ യേശുവിനെ സ്വീകരിച്ചവരായി, യേശുവിൽ അഭിമാനിക്കുന്നവരായി എല്ലാവരും തീരട്ടെ. ഇന്ന് ആദ്യമായി ശ്രദ്ധിക്കുന്ന പലരും യേശുവേ എൻ്റെ ഉള്ളിലേക്ക് വരണമേ എന്നുള്ള പ്രാർത്ഥനയിലൂടെ ഇവരും കർത്താവിൻ്റെ മക്കളായി തീരട്ടെ. അനുഗ്രഹിക്കുന്നു. രോഗബന്ധനങ്ങൾ അഴിയട്ടെ, ശാപങ്ങൾ പൊട്ടിമാറട്ടെ, സാമ്പത്തിക ഉറവകൾ തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. മക്കളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഈ വചനങ്ങൾ യേശുവിൻ്റെ വചനങ്ങളാണ്. ഈ വചനങ്ങൾ കേൾക്കുന്നവരെല്ലാവരും ഓരോ ദിവസം കഴിയുന്നതോറും അനുഗ്രഹിക്കപ്പെടും. ജീസസ് എവരി ഡേ, എല്ലാ ദിവസവും യേശു. ഓരോ പ്രഭാതത്തിലും കണ്ണു തുറന്നിറങ്ങുമ്പോൾ, എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നിങ്ങൾ ഈ പ്രാർത്ഥന കൂടി അടുത്ത ചുവടുകൾ വെച്ച് നോക്ക്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിൽ ആമേൻ ഒരു പഞ്ഞും ഉണ്ടാകത്തില്ല. സമൃദ്ധി കൊണ്ട് കർത്താവ് നിറക്കും. യേശുവിനെ കുറിച്ചുള്ള ധ്യാന ചിന്തകളോടെ നമുക്ക് ഓരോ ദിവസവും ആരംഭിക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.